സിൽവർ ലൈൻ പദ്ധതിക്ക് ബദലായി സംസ്ഥാന സർക്കാർ RRTS പരിഗണിക്കുന്നു. റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം വഴി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ആദ്യഘട്ടത്തിൽ യാത്രാ സംവിധാനം വേഗത്തിലാക്കുകയാണ് ലക്ഷ്യം. റെയിൽവേയുമായി ബന്ധമില്ലാതെ പാത നിർമ്മിക്കുമെന്നതാണ് RRTS പദ്ധതിയുടെ പ്രത്യേകത. അതേസമയം കേരളത്തിൽ തൊഴിൽ മേഖല ശക്തിപ്പെടുത്തിയ ശേഷം റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം യാഥാർത്ഥ്യമാക്കുന്നതാണ് നല്ലതെന്ന് റോഡ് എഞ്ചിനീയറിംഗ് വിദഗ്ധൻ അനിൽകുമാർ പണ്ടാല സി മലയാളം ന്യൂസിനോട് പറഞ്ഞു. നിർമ്മാണത്തിലുള്ള 82 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡൽഹി മീററ്റ് RRTS മാതൃകയാണ് കേരളം പരിഗണിക്കുന്നത്. വിശദമായ പദ്ധതി രേഖ അഥവാ DPR ഇതിനുവേണ്ടി തയ്യാറാക്കേണ്ടി വരും. റെയിൽവേ ഭൂമി ഒഴിവാക്കി വേണം ഇതിനായി രൂപരേഖ തയ്യാറാക്കേണ്ടത്. റെയിൽവേയുടെ അനുമതി ആവശ്യമില്ലാത്തതിനാൽ പദ്ധതികൾക്ക് വേഗത്തിൽ അംഗീകാരം കിട്ടിയേക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം. അതേസമയം RRTS നടപ്പിലാക്കാനുള്ള സാമ്പത്തിക തൊഴിൽ വിഭവശേഷി കേരളത്തിനില്ലെന്ന് പറയുകയാണ് റോഡ് എഞ്ചിനീയറിംഗ് വിദഗ്ധൻ അനിൽകുമാർ പണ്ടാല. കേരളത്തിന് അത്ര ഒരു സാമ്പത്തിക ശക്തി വന്നിട്ടില്ല. ഒരു റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം വരുമ്പോഴത്തേക്ക് അതിന് അനുബന്ധമായിട്ടുള്ള ഒരുപാട് മേഖലകൾ നമ്മൾ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതിൽ ശക്തിപ്പെടുത്തേണ്ട ഒരു മേഖല തൊഴിൽ മേഖലയാണ്. തൊഴിൽ ചെയ്യുവാനുള്ളതും അതിൻ്റെ ആറ്റിറ്റ്യൂഡ്സും അത് കേരളത്തിനില്ല. അതുകൊണ്ടാണ് KSRTC പോലുള്ളൊരു സംവിധാനം ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു സ്റ്റേറ്റിൽ കിടന്ന് വെള്ളം കുടിക്കുന്നത്. രാഷ്ട്രീയ ഇടപെടലുകൾ ഇത്രയുമുള്ളൊരു സംസ്ഥാനം വേറൊരിടത്തുമില്ല. ഇല്ലെങ്കിൽ അതില്ലായിരുന്നെങ്കിൽ KSRTC ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയായിരുന്നു. അപ്പം അതുപോലുള്ളൊരു സംസ്ഥാനത്തിൽ ഈ റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം എന്നുള്ളതൊക്കെ വരട്ടെ. അത് നമ്മൾ കുറേ മെച്യൂർ ചെയ്യാനുണ്ട്. നമുക്ക് നമ്മുടെ ഈ തൊഴിൽ മേഖല പക്വത വരാനുണ്ട്. അത് വന്നിട്ടില്ല. സിൽവർ ലൈൻ കേരളത്തിൽ തെറ്റായ പദ്ധതിയായിരുന്നു. എന്നാൽ സബർബൻ അനുയോജ്യമായിരുന്നുവെന്നും നിലവിലുള്ള കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് സംവിധാനം ജനങ്ങൾ തൃപ്തികരമായി ഉപയോഗിക്കുന്നുണ്ടെന്നും പണ്ടാല സി മലയാളം ന്യൂസിനോട് പറഞ്ഞു. കേരളവും ഡൽഹിയെയും പിന്നെ ഇപ്പോൾ കർണാടകയും തമിഴ്നാടും ഈ മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. ഡൽഹി മീററ്റ് ഓൾറെഡി അത് കമ്മീഷൻ ചെയ്തു. ഫുൾ കമ്മീഷൻ ചെയ്തിട്ടില്ലെങ്കിലും പാർഷ്യലി കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അതൊരു മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമാണ്. റെയിൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം RRTS ആണ് പറയുന്നത്. ഈ RRTS നമ്മുടെ വന്ദേ ഭാരതിൻ്റെ മോഡലിലാണത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം തീർച്ചയായിട്ടും ഒരു റീജിയണിന് നല്ലത് തന്നെയാണ്. എസ്പെഷ്യലി കേരളം പോലുള്ളൊരു സ്ഥലത്ത് ഒരറ്റം മുതൽ അങ്ങറ്റം വരെ ഒരു നഗരമായി കിടക്കുന്ന സംസ്ഥാനത്തിന് ഒരു റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം നല്ലത് തന്നെയാണ്. ഡൽഹി മീററ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രദേശത്തുള്ള സാമ്പത്തിക ശേഷി വളരെ വലുതാണ്. ആ ഒരു ശക്തി കേരളത്തിന് വന്നിട്ടില്ല. വരാൻ ഇനി ഒരുപാട് നാളെടുക്കുകയും ചെയ്യും. മെട്രോ ആക്ടിന് കീഴിൽ വരുന്ന പദ്ധതികൾക്ക് കേന്ദ്ര നഗരവികസന മന്ത്രാലയമാണ് അനുമതി നൽകേണ്ടത്. ഇതുവഴി വേഗത്തിൽ അംഗീകാരം കിട്ടുമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. അതിനിടെ നിലവിൽ പാത ഇരട്ടിപ്പിക്കലിനുള്ള ശുപാർശയാണ് റെയിൽവേക്കുള്ളത്. നിലവിലെ പാതയോട് ചേർന്ന് സ്ഥലം ഏറ്റെടുക്കൽ സംസ്ഥാനത്ത് പ്രതിസന്ധിയാണ്. പുതിയ പാതകൾക്ക് സംസ്ഥാനം ഭൂമി ഏറ്റെടുത്ത് നൽകണമെന്നതാണ് റെയിൽവേ നിലപാട്. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി റെയിൽവേ ഭൂമി പങ്കിടുന്നതായിരുന്നു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.